ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സ്വയം മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ സ്വയം എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ അവൈലബിൾ ആകും. അതിന്മേ ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഇൻസ്റ്റാൾ കൊടുത്തിട്ട് മൊബൈലിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഫ്രീ ഫയൽസ് കിട്ടും. ഒരു ഫസ്റ്റ് പേജ് വരും. ആ പേജിൽ ഒരു സ്കിപ്പ് ട്രയൽ എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും. ആ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്കിപ്പ് ഇൻട്രോ എന്നായിരിക്കും കാണിക്കുക. ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലോഗിൻ അതുപോലെ രജിസ്റ്റർ എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടാകും. ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, ഇല്ല എങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡിയും അതുപോലെ പാസ്വേഡും കൊടുത്തിട്ട് വേണം ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാൻ. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമെയിലിലേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് എന്ത് ചെയ്യും, വെരിഫൈഡ് ആകും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള നമ്മളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ അവിടുത്തെ പാസ്വേഡും വെച്ച് ഈ ഇമെയിൽ വെരിഫിക്കേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കാണുക ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഇതിൽ 3 ഡോട്ട്സ് മുകളിൽ കാണുന്നുണ്ടാകും. ആ 3 ഡോട്ട്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇനി എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബെല്ലൈക്കണിൽ കാണാൻ പറ്റും. ഒപ്പം തന്നെ ഈ താഴോട്ടുള്ള ഓരോ ഭാഗത്ത് ഇതിലെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ ആരൊക്കെയാണ് ഇതിൻ്റെ നാഷണൽ കോർഡിനേറ്റേഴ്സ്, ഒപ്പം ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഒരു ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ സ്വയം ഉപയോഗിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ ഏത് സമയത്ത് വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ കാണുവാനൊക്കെ എന്ത് ചെയ്യും, വളരെ സുഖകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്വയം ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിലെ കോഴ്സുകൾ, നമ്മുടെ കംപ്ലീറ്റ് ആയ കോഴ്സുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ മുൻപ് പറഞ്ഞ ആ വീഡിയോയിലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും എന്ത് ചെയ്യും, ഇതിൽ ഷോർട്ടായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലെ കോഴ്സിൻ്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ആപ്പിലൂടെ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാം.